Hi friends, welcome back to our channel Our Happiness by J&J. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഹെയർ സ്പാ ആണ്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹെയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ഹെയർ ആയിട്ട് മാറും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഹെയർ സ്പാ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു മാസത്തെ ഒരിക്കലെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നല്ല ചേഞ്ച് ഉണ്ടാവും, നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ നല്ല വ്യത്യാസമായിട്ട് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യലാണ്. അത് നമ്മൾ സ്കാൽപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അമ്മയുടെ കാച്ചിയ എണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിൽ വരെ യൂസ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കാം. ഓരോ സെക്ഷനായി തിരിച്ച് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ഞാനിതിൽ ഫുൾ ഹെയർ കൊടുക്കുന്നില്ല, ജസ്റ്റ് സ്കാൽപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ എല്ലായിടത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. ഓയിൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 10-15 മിനിറ്റ് ഒന്ന് ഹെഡ് മസാജ് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ഹെഡ് മസാജ് ചെയ്യാം കേട്ടോ. വേറെ ആൾക്കാർ ചെയ്യാനുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, റിലാക്സ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റീമിങ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീമർ വെച്ചിട്ടായാലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടവല് ഹോട്ട് വാട്ടറിൽ മുക്കിയിട്ട് നിങ്ങളിങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചാൽ മതി തലയിൽ. അതൊരു 10-15 മിനിറ്റ് ഇതുപോലെ റാപ്പ് ചെയ്ത് വെക്കും. സോ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഷാമ്പൂ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. കണ്ടീഷണർ ഇടണ്ട, നന്നായിട്ട് ഷാമ്പൂ വെച്ച് മുടി നന്നായിട്ട് കഴുകുക കേട്ടോ. അപ്പോൾ കഴുകി കഴിഞ്ഞാൽ നോർമലി നമ്മൾ സ്പാ ക്രീമാണ് ഇടാറ്. അപ്പോൾ നമ്മളിവിടെ സ്പാ ക്രീം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട. നിങ്ങളുടെ ഹെയറിനനുസരിച്ച് നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് കൂട്ടി എടുക്കേണ്ടി വരും. നിങ്ങളുടെ ഹെയർ കുറച്ചുകൂടി നീളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിക്കോളാം കേട്ടോ. ഇത് എൻ്റെ ഹെയറിന് വേണ്ടിയിട്ടാണ് ഞാനിതെടുക്കുന്നത്. ഇനി നമുക്ക് ഹണി ആഡ് ചെയ്യാം. ഹണി ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് കൊണ്ടാട്ടോ കട്ടിയായിട്ടിരിക്കണേ. പിന്നെ വേണ്ടത് നമുക്ക് തൈരാണ്. തൈര് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കോക്കനട്ട് ഓയിലാണ്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ നമുക്കൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മുടിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം. അതിന് ശേഷമാണ് നമ്മൾ വെറ്റ് ഹെയറിൽ തന്നെയാണ് നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഓരോ സെക്ഷൻ വൈസ് തിരിച്ചിട്ട് നമ്മൾ സ്കാൽപ്പിലല്ല ഹെയറിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വെറ്റ് ഹെയറിലാവുമ്പോൾ ഒന്ന് കുറച്ച് സൂക്ഷിക്കണം, കാരണം മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഇതിൽ ചെയ്താൽ മതി, ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ബനാന ചേർത്തിട്ടുണ്ട്. ബനാന നമ്മുടെ ഫ്രിസി ഹെയറൊക്കെ നന്നായിട്ട് സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ ഹെയറിന് വേണ്ട എല്ലാവിധ എസെൻഷ്യൽ വിറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിരിക്കും, ഷൈനി ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്തത് മുട്ടയാണ്. മുട്ട നമുക്കറിയാം ഒരു പ്രോട്ടീൻ റിച്ച് സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് ഏറ്റവും അത്യാവശ്യം അതുപോലെ ഏറ്റവും നല്ല ഗുണമുള്ളൊരു സംഭവമാണ്. ഇത് ആക്ച്വലി നമ്മുടെ ഹെയർ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെത്തിനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹണിയാണ്. ഹണിയും ഈ പറഞ്ഞ മാതിരി മോയ്സ്ചറൈസിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഡൾ ആൻഡ് ഡാമേജ്ഡ് ഹെയർ ഒന്ന് റിപ്പയർ ചെയ്ത് നല്ല ഭംഗിയായി ഷൈൻ കൊണ്ടുവരാനും അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്തത് കേർഡാണ്, അതായത് തൈര് നമ്മുടെ ഡാൻഡ്രഫൊക്കെ കളയാനായിട്ടും ബെസ്റ്റാണ്. പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്പ്ലിറ്റൻസ്, ഹെയർ ബ്രേക്കേജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കും. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 20-25 മിനിറ്റ്സ് ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വല്ല ഹെയർ ക്യാപ്പോ അങ്ങനെ വല്ലതും വെക്കാം കേട്ടോ. സോ ഈ ഹെയറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടീഷണർ ഉപയോഗിച്ച് മാത്രമേ വാഷ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഷാമ്പു ഉപയോഗിച്ച് കളഞ്ഞതാണ് ഓയിലൊക്കെ. ഇനി നമ്മളൊരു സീറം അപ്ലൈ ചെയ്യുക. വെറ്റ് ഹെയറിൽ തന്നെ സീറം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പാ പരിപാടി ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ, ലവ് യു.